നാൾ തോറും നമ്മുടെ ഭാരം വഹിക്കാമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ ഞാൻ അപ്പോസ്തലനായെന്ന് പൗലോസ് വ്യക്തമായി ബോൾഡായി പറയുകയാണ്. പ്രിയരെ, ഈ വചനത്തിൻ്റെ പിന്നിലെ ഒരു ദൂത് മറഞ്ഞു കിടക്കുന്നത്, എന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ എനിക്ക് മനുഷ്യനിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. പ്രിയരെ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിളിയെ ഹെൽപ്പ് ചെയ്യുവാൻ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കരുത്. മനുഷ്യൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ട്രാക്കിൽ നിങ്ങൾ കയറുമ്പോൾ അതിനകത്ത് മനുഷ്യന് കൈകടത്താൻ പറ്റില്ല. പ്രിയരെ, ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഭാഗം ഞാൻ പറഞ്ഞ് ഇതൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞ് അക്കരയ്ക്ക് വിടുമ്പോൾ കാറ്റും തിരമാലയും ആ പടകിന് നേരെ ആഞ്ഞടിച്ചു. യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന കണ്ട് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞു. യേശുവിൻ്റെ വാക്കിന് വെള്ളത്തിന് മുകളിൽ നടക്കേണ്ടതിന് പത്രോസ് ചുവടുകൾ വെച്ചു. പെട്ടെന്ന് പത്രോസ് വെള്ളത്തിൽ താഴ്ന്നപ്പോൾ കൂടെയുള്ള സഹോദരന്മാരെ രക്ഷിക്കുമെന്ന് പത്രോസ് കരുതിയാൽ തെറ്റി. കാരണം പത്രോസ് ഇറങ്ങിയത് യേശുവിൻ്റെ വാക്കിനാണ്, ശിഷ്യന്മാരുടെ വാക്കിലല്ല, സഹോദരങ്ങളുടെ വാക്കിലല്ല. ആരാണോ വിളിച്ചത് അവനല്ലാതെ ആർക്കും നിങ്ങളെ ഈ ട്രാക്കിനകത്ത് രക്ഷിക്കാൻ പറ്റത്തില്ല. പ്രിയരെ, ഈ സത്യം ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക. നിങ്ങളെ രക്ഷിക്കേണ്ടത് കുടുംബക്കാരല്ല, നിങ്ങളെ രക്ഷിക്കേണ്ട ചർച്ചക്കാരല്ല, നിങ്ങളെ രക്ഷിക്കേണ്ടത് മറ്റാരുമല്ല. നിങ്ങളുടെ രക്ഷ വരേണ്ടത് യഹോവയ്ക്കകത്തു നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും ലോകത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഉയരത്തിലേക്ക് പോകണം. രക്ഷ ദൈവത്തിൽ നിന്ന് വരും എന്ന് മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. മറ്റുള്ളവരെന്നെ സഹായിക്കുന്നില്ല, മറ്റുള്ളവരെന്നെ നോക്കുന്നില്ല, അവരെന്നെ അംഗീകരിക്കുന്നില്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത നിർത്തുപിരിയരെ. യഹോവ ശുദ്ധാത്മാവും നിങ്ങളോട് കൂടെയുണ്ട്. അവൻ്റെ മുഴു സൈന്യവും ഈ പ്രഭാതത്തിൽ ആ വിളിക്ക് വേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അകത്ത് ചൂട് പിടിക്കണം. എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് സ്വർഗമാണ്, എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് ദൂതന്മാരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആത്മമണ്ഡലത്തിലെ ആ ഓരോ ഡൈമെൻഷനകത്തും വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയാലാണ് ഞാൻ രക്ഷിക്കപ്പെടേണ്ടത്, ഞാൻ മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ മനുഷ്യൻ നിന്നെ ഈ ദൈവത്തിന് വിളിക്കാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രിയരെ, മനുഷ്യന് വേണമെങ്കിൽ നിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെങ്കിൽ ആമേൻ, ആ പ്രാർത്ഥിക്കാൻ പോലും ദൈവം അനുവദിക്കാതെ നിൻ്റെ കൂടെ ഒരുത്തിന് കയറി വരാൻ പറ്റത്തില്ല. ഗത്സമന തോട്ടത്തിനകത്ത് യേശു കർത്താവ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ചെന്ന് പറയുന്നുണ്ട്, ഒരു നാഴിക നേരമെങ്കിലും നീ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ പറ്റുമോ പത്രോസിനെ ചോദിക്കുമ്പോൾ അവർ ഉറങ്ങിപ്പോയി. കാരണം പിതാവ് ആഗ്രഹിക്കുന്നില്ല പുത്രൻ്റെ കൂടെ ഇപ്പോൾ ഒരാളെ ആഡ് ചെയ്യാൻ. പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു കർത്താവ് നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന്. യേശു പറയാണ്, ഇല്ലടാ പീലാത്തോസേ, ദൈവം അനുവദിക്കാതെ നിനക്കെൻ്റെ മേൽ തൊടാൻ പറ്റത്തില്ല. ദൈവം അനുവദിച്ചതുകൊണ്ടാണ് നീ എന്നെ തൊട്ടത്. പ്രിയരെ, മനുഷ്യന് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് പെർമിഷൻ വന്നിട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരോടും നിങ്ങൾക്ക് വേദന തോന്നരുത്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അകത്ത് ചൂടുപിടിക്കണം. സ്വർഗം എനിക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഈ ബലത്തോടെ ഈ പ്രഭാതം നിങ്ങൾ യൂസ് ചെയ്യുക. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ ബലവും ആരോഗ്യവും നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ ദയയും കൃപയും കരുണയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.